ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ ആയില്ലേ കണ്ടിട്ട്. ഓരോരോ തിരക്കിലായിരുന്നു. മീൻസ് സ്കൂൾ കലോത്സവത്തിൻ്റെ സീസണായല്ലോ. സോ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിനൊക്കെ ഓടി നടക്കുന്ന ഓരോ തിരക്കിലായിരുന്നു. കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. തട്ടിക്കൂട്ടി റീൽസ് ഷോർട്സൊക്കെ ഇങ്ങനെ ഇടുന്നു എന്നല്ലാതെ ഒരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതുവരെ കുറേ ആയി. ഭയങ്കര ഗ്യാപ്പ് വന്നു നമുക്കിടെ. സോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിജയദശമി ദിനമാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ ലോകനാർക്കാവ് അമ്പലത്തിലാണ്. എൻ്റെ പിറകിൽ കാണുന്നതാണ് ലോകനാർക്കാവ് അമ്പലം. സോ ഞങ്ങളിപ്പം അമ്പലത്തിൻ്റെ റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. എൻ്റെ കൂടെ സഹദും കുഞ്ഞുവാവയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളിവിടെ ലോകനാർക്കാവിൻ്റെ തന്നെ റിസോർട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അനുസ്മയാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവിടെ പോയപ്പം അമ്പലത്തിലെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ നവരാത്രിയുടെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വടകരയിൽ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ്. വടകരയിൽ ഞങ്ങളുടെ ഡോക്ടർ ഹാഷ്യൻസ് ഹോം സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ 3ാമത്തെ ബ്രാഞ്ച് ഇന്ന് നവരാത്രിയുടെ അന്ന് ഈ വിജയദശമിയുടെ അന്ന് ഇനാഗുറേഷൻ ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ ഹോം സ്കൂള് വടകരയിലെ ബ്രാഞ്ച് കേട്ടോ. 2ാമത്തെ ബ്രാഞ്ച് ട്രിവാൻഡ്രത്തായിരുന്നു. ഇത് 3ാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ വടകരയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതും കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞങ്ങളുടെ ഇനാഗുറേഷൻ്റെ അന്ന് നമ്മുടെ ലോകനാർക്കാവിൽ വിജയദശമിയുടെ അന്ന് രാത്രി ഞങ്ങളുടെ ഹോം സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഡാൻസ് ഡ്രാമയും മാത്രമല്ല ബാക്കിയുള്ള ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനാഗുറേഷൻ്റെ സമയമായി. ഈ ഇനാഗുറേഷൻ ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ ഹർഷൻ സാറിൻ്റെ മമ്മിയാണ്, അച്ചാമ്മ ആൻ്റണി. മമ്മിയാണ് വടകര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആക്കിയത്.
ക്ലാസ്സൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. കാരണം ഇനാഗുറേഷൻ ഡേ ആയതുകൊണ്ട് കുറച്ച് മാത്രമല്ലേ സാർ എടുക്കത്തുള്ളൂ. കാരണം പുതിയ കുട്ടികളൊക്കെ ആണല്ലോ കൂടുതലും. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനാഗുറേഷൻ കഴിഞ്ഞതുകൊണ്ട് പ്രോഗ്രാം സ്ഥലത്തോട്ട് വന്നേക്കുവാണ് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാവരും മേക്കപ്പിന് ഇരുന്ന് തുടങ്ങി പിള്ളേരൊക്കെ. മേക്കപ്പ് നമുക്ക് ലോകനാർക്കാവിൽ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു നമുക്ക് മേക്കപ്പ് തന്നിട്ടുണ്ടായിരുന്നത്. മേക്കപ്പിന് വന്നത് നമ്മുടെ ദീപുമാഷാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയണത്, വിജയദശമി കഴിഞ്ഞൊരു പ്രോഗ്രാമാണ്. വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്ത ലാഗായി ഇത്രയും നീണ്ടുപോയി. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എസ്പെഷ്യലി അനുസ്മയുടെ അമ്മയോടൊക്കെ. കാരണം അവരൊക്കെ ഈ വീഡിയോ എന്ന് വരെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. കാരണം ഞാൻ കലോത്സവത്തിൻ്റെ ഒക്കെ തിരക്കായി എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിരുന്ന് ഇത്രയും ഡിലേ വന്നു പോയിട്ടോ. അപ്പോൾ എന്തായാലും പ്രോഗ്രാമിനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും. എൻ്റെ നായിക ഇതാരാ? നിങ്ങളൊക്കെ ബംഗാളി ഡാൻസേഴ്സ്. ശിവനോ? വിഷ്ണു? യെസ്. ഇത് നാരദർ. ഇതൊക്കെ ബംഗാളി ഡാൻസേഴ്സ്. ഇത് നമ്മള് മഹാവിഷ്ണു. ബംഗാളി ഡാൻസേഴ്സ്. ഗണപതി, ശിവേട്ടൻ, ശിവണ്ണ, അനുസ്മേത്. ബംഗാളി ഡാൻസേഴ്സ് അർച്ചന. ഒരുങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ കോലം കണ്ടില്ലേ? ഗതയെ കണ്ടല്ലോ എനിക്ക് ഗത. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞു. ബാക്കിയുള്ള പിള്ളേരൊക്കെ എൻ്റെ ഡാൻസേഴ്സൊക്കെ പോയിട്ടോ. ഇനി ഞാൻ കൂടെ പോകാനുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അതുകൊണ്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ സോളോ കളിക്കാനുള്ളവരാണ്. അതേപോലെ ഡുവറ്റും ഒക്കെ ഉള്ളവരാണ്. അവരൊക്കെ റെഡി ആവുന്നുള്ളൂ. സോ എന്തായാലും നമുക്ക് സ്റ്റേജിൽ പോകാം. ബാക്കി നമുക്ക് സ്റ്റേജിൽ പോയിട്ട് ഞാൻ പോയിട്ട് വരാം. എല്ലാവരും കൊണ്ട് നമുക്ക് ഹായ് വരാം. மகனே கண் திறந்து பார், எம்மை அழைத்து நோக்கும் எனப்பா. தேவதேவா ஜெகத்பதே, உன்னை பார்க்க இத்தனை வருடம் தவம் இருந்தாகே.
உந்தன் தரிசனம் எமக்கு கண்கொள்ளா காட்சி சுவாமி. பக்தா, உந்தன் உணர்ச்சியை யாம் தெரியும். என்ன வரம் வேண்டும் கேள்பாய் மகனே. தேவா, மரணமே இல்லாத வரம் எமக்கு வேண்டும், அது நீ தர வேண்டும். இதுவே எந்த வேண்டுதல். புத்ரா, பிறந்தவன் இறப்பார், மரணம் அது பிரபஞ்ச சத்தியம், என்னால் தர முடியாது. என்ன, இத்தனை வருடமும் தவம் இருந்து எமக்கு வரம் தர முடியாதோ? எப்பெருமானாகும் ஈசனே, இது நியாயமோ? மகனே, வரத்தை பெற தவம் செய்ததினால் நான் வரம் தருகிறேன். பிறந்தவன் இறப்பான், இந்த வரத்தை இல்லாமல் வேறு வரத்தை கேளு. என் கரம் தொடும் அனைத்தும் பஸ்மமாக போகட்டும். தேவா, நமச்சிவாய் என்ற மந்திரத்தை சொன்ன எனக்கு இந்த வரத்தை தர வேண்டும். சரி மகனே, நலம் வரட்டும். ததாஸ்து. தேவா, வரத்தை நான் பெற்றேன் என்று எப்படி தெரியும்? வரத்தை நான் பெற்றதெப்படி? நான் பல வருடம் தவம் இருந்து கிடக்க என் வரம் சோதித்து பார்க்க வேண்டும். இது நான் நான் இருக்கிறேன். மாயாமோகினியில் மயக்கம் கொண்ட பஸ்மாசுரன் நாட்டியம் செய்ய காத்திருந்தான். வைஷ்ணவ செய்தியில் நிறைந்த பெண் மகாவிஷ்ணு என்று தெரியாமல் நாட்டியம் தொடங்கினான்.
கொண்டு சொல்வாய் நாமங்களே நம் ஜென்மம் பவனில் சரணடைவோம் வழி சேரும் புண்ணிய ஜென்மங்களாய் இறைவன் நாமத்தை கேட்போம் சரி என்று சரணடைவோம் கதி என்று துணை சேர்வோம் ஜபமோ வல்லது மனமோ அடியே தினம் நாராயண ஜெய நாராயண ஜெய நாராயண ஜெய நாராயண ஜெய എന്തേ നിന്നെ കാണുന്നുണ്ട്? അയ്യോ എന്നെ കാണുമ്പോൾ ഇനി എന്തൊക്കെ കമൻറ്റ് വരാൻ ദൈവത്തിനറിയാം. എനിക്ക് കിരീടം വെച്ചിട്ട് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. ഞാൻ ഓടി വന്ന് കിരീടം കഴിച്ചു മാറ്റി, ഡ്രസ്സൊക്കെ ഒരുവിധം മാറ്റിയതാണ്. ഇവിടെ എല്ലാവരും ഡ്രസ്സ് ചേഞ്ചിങ്ങിലാണ് കുറേ ആൾക്കാർ. നെക്സ്റ്റ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് എൻ്റേത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെല്ലാം തുടച്ച് മാറ്റട്ടെ. തുടക്കട്ടെ കേട്ടോ. ഒക്കെ തുടച്ച് മാറ്റിയിട്ട് ഇപ്പം കുറേ കമൻറ്റ് വരും, പാടത്തത്തെ കോലം വയ്ക്കാൻ കൊള്ളാം, ഇത് സ്ഥിരമാക്കി കാണാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ശരിയാ, നമ്മളെ ക്യാരക്ടർ ആവണ്ടേ. അങ്ങനെ ഞങ്ങൾ ഡാൻസ് ഡ്രാമ അടിച്ച് പൊളിച്ചു. മേക്കപ്പൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം. ഓക്കെ, ഒരുവിധമൊക്കെ തുടച്ച് നന്നാക്കി. ഇനിയിപ്പം അവിടെ റൂമിൽ പോയിട്ട് ബാക്കി കുളിക്കണം, മാറ്റണം, ഫേസൊക്കെ ഒന്നിട്ട് ഫേസ് വാഷിട്ട് കഴുകണം. എന്നിട്ട് എനിക്ക് ഇന്ന് രാത്രി പോകണം. നാളെ സ്കൂളിൽ കലോത്സവത്തിൻ്റെ ക്ലാസ് എടുക്കാൻ പോകാനുണ്ട്. സോ റൂമിൽ പോട്ടെ.